Good evening, all. Roaring Mondays online training series episode 50 hereby call to order. Welcome and presidential address. ഇന്നത്തെ ഈ 50ാമത്തെ എപ്പിസോഡ് വളരെ സന്തോഷമുണ്ട്. ഒരു വർഷം നമുക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ തിങ്കളാഴ്ചകളിലും റോറിംഗ് മൺഡേ എന്ന പേരിൽ നമ്മൾ തുടങ്ങിയ ഈ ട്രെയിനിങ് സീരീസ് ഇന്ന് 50ാമത്തെ എപ്പിസോഡ് എത്തി നിൽക്കുകയാണ്. ഈ 50 എണ്ണത്തിൽ നമുക്ക് ഒരുപാട് വളരെ വ്യത്യസ്തരായ വളരെ പ്രഗത്ഭരായ ഒരുപാട് ട്രെയിനേഴ്സിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ ഒരുപാട് അറിവുകൾ പകർന്നു കിട്ടാൻ നമുക്ക് ഇത് സഹായിച്ചിട്ടുണ്ട് ഈ ട്രെയിനിങ് ഈ പ്ലാറ്റ്ഫോം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ ലയൻസിലെ സീനിയർ ലീഡേഴ്സ് അല്ലാതെ തന്നെ വെളിയിൽ നല്ല എമിനന്റ് ആയിട്ടുള്ള JC-യുടെ നാഷണൽ ട്രെയിനർമാര്, അങ്ങനെ നല്ല വളരെ പ്രശസ്തരായ ഒരുപാട് ട്രെയിനർമാരെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും അതിലൂടെ പങ്കെടുത്തവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിവുകൾ കിട്ടാൻ നമുക്ക് ഈ പ്ലാറ്റ്ഫോം സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡിന് 2 എപ്പിസോഡ് കൂടെ വരുന്ന അടുത്ത ആഴ്ച വീണ്ടും ഒരു എപ്പിസോഡ്, അത് ഞാനാണ് എടുക്കുന്നത്. ഹൗ ടു ബിക്കം എ ട്രൂ ലയൺ, ഒരു സത്യസന്ധമായ ഒരു നല്ല ലയൺ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചായിരിക്കും ഞാൻ അടുത്ത ആഴ്ച ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഞാൻ. നമ്മൾ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കണം. ഇതിനകത്ത് ഇപ്പൊ തന്നെ 24 പേരുണ്ട്. ഈ 24 പേരും കൂടെ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ല മെമ്പേഴ്സ്, അതായത് ഒരു ലയണായിട്ട് വന്ന് ചേർന്നാൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് പുള്ളി ലയൺ ആകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ ബീയിങ് എ ലയൺ എന്നങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് പകർന്നു നൽകാൻ ആൾക്കാരുടെ ഒരു ചെറിയ ചിന്തയെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും അടുത്ത എപ്പിസോഡ്. അതിനടുത്ത ആഴ്ച നമ്മുടെ ഒരു ക്ലോസിംഗ് സെറമണിയാണ്. നല്ല ലീഡേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഗവർണർമാരും ഫസ്റ്റ് VDG-മാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ക്ലോസിംഗ് സെറമണി ആയിട്ടാണ് അതിനടുത്ത തിങ്കളാഴ്ച പോകുന്നത്. അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ എപ്പിസോഡുകൾ കഴിയും. ഈ വർഷം മുഴുവൻ എന്നോട് സഹകരിച്ച ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കൊക്കെ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മളെ വളരെ പ്രശസ്തനായ ഒരു ട്രെയിനർ തന്നെയാണ്. നല്ല ഒരുപാട് ട്രെയിനിങ് സെഷനുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ലയൺ RK, നമ്മളെല്ലാം സ്നേഹത്തോടെ RK എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ സാറിനെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഇന്നത്തെ ട്രെയിനറെയാണ്. ട്രെയിനർ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ റോറിംഗ് മൺഡേയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ എപ്പിസോഡുകളിലും പങ്കെടുക്കുകയും അദ്ദേഹം ഇതിന്റെ നമ്മുടെ സോൺ ലെവൽ ലയൺ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കഴിഞ്ഞ വർഷം ഗവർണറുടെ ഒരു വിഷനായിരുന്നു നമുക്ക് സോൺ ലെവലിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക. അതിന്റെ എല്ലാം ഇൻചാർജ് ഡോക്ടർ ഫസലുദ്ദീൻ ആയിരുന്നു. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലെല്ലാം അതിനെ പ്രവർത്തിച്ചു, മുന്നോട്ട് നീങ്ങി. അതിലൂടെ മറ്റുള്ളവർക്ക് ട്രെയിനിങ് എടുക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെതോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിൽ നമുക്ക് കാണാം. പണ്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഫസലുദ്ദീൻ സാർ അല്ല ഇന്ന് നമ്മുടെ മുമ്പ് ട്രെയിനിങ് എടുത്തത് നിങ്ങൾ എല്ലാവരും പറയും. അത്രത്തോളം അത് നമുക്ക് തുടക്കം മുതൽ കണ്ടിട്ടുള്ള സെലിന മേഡം ഒക്കെ നമ്മൾ തുടക്കം മുതൽ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ നന്ദി പ്രകാശനത്തിൽ പോലും ആ വ്യത്യാസം ചേഞ്ച് നമ്മളെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് ഒരു വ്യത്യസ്തമായിരിക്കും. വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വ്യത്യാസം മറ്റുള്ളവരൊക്കെ ട്രെയിനിങ് എടുക്കുന്നതോടൊപ്പം. അതാണ് പറയുന്നത്, ഈ പണ്ടൊക്കെ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരുണ്ടായിരുന്നു. കോളേജിൽ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പഠിപ്പിക്കും. അവരുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നോളജാണ്. കാര്യം കുട്ടികൾക്ക് ഓരോരോ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവരുടെ നോളജും അതുപോലെ സ്കില്ലും എല്ലാം അവർക്ക് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മൾക്ക് ഇന്ന് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്ഥിരം ഡ്യൂട്ടി ആയിരുന്നു എല്ലാവർക്കും അവസാനം നന്ദി പ്രകാശനം നടത്തുന്ന ഇന്ന് നമ്മുടെ ബഹുമാന്യനായ IFM ഡോക്ടറാണ്. അദ്ദേഹവും ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതലുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആണ്. എല്ലാ എപ്പിസോഡിലും സാറിന് സമയം കിട്ടുമെങ്കിൽ എത്ര തിരക്കൊക്കെ ആണെങ്കിലും സാർ വൈകിട്ട് കയറാറുണ്ട്. അദ്ദേഹത്തെയും നമ്മൾ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഇന്ന് വളരെ പ്രിയങ്കരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വൈകിട്ട് സമയത്ത് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് രാധാകൃഷ്ണൻ സാറിനെ വളരെ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു.
Radhakrishnan sir, the floor is yours. ഹലോ, കേൾക്കാമോ? സാർ ആക്റ്റീവായിട്ട് വന്നോ? ഇത് കാണുന്നുണ്ട്. രാധാകൃഷ്ണൻ കൃഷ്ണൻ എഴുതിയിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണോ? അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സാറ് ഇല്ലെങ്കിൽ നമുക്ക് സംസാരം തുടങ്ങിയിട്ട് ഇടയ്ക്ക് അദ്ദേഹം കയറുന്ന മുറയ്ക്ക് നമുക്ക് ഇനാഗുറേറ്റ് ചെയ്യാം. ആദ്യമായി അപ്പോ നമ്മൾ ഇന്നത്തെ ട്രെയിനറെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലയൺ സജിത ഷാനവാസ് മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മേഡത്തിന് പ്രത്യേകമായി ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ആദ്യം എല്ലാവരും കോമൺലി വെൽക്കം പറഞ്ഞപ്പോൾ മേഡത്തിന് പ്രത്യേകമായി പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ലയൺ സജിത ഷാനവാസ് മേഡമാണ് ഇന്ന് നമ്മുടെ ട്രെയിനറെ പരിചയപ്പെടുന്നത്. മേഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഫ്ലോർ സജിത മേഡത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. മേഡം, ഫ്ലോർ ഈസ് യുവേഴ്സ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. Yes. Roaring Mondays Chairman, GLT Coordinator, Lion Kebida sir, today's inaugural officer, DCS Designate Lion Engineer Radhakrishnan sir, our respected speaker, PMJ Lion Fasluddin sir, other Lion leaders, good evening. ആദ്യമായി ഇന്ന് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ്, ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒരു അവസരം കൂടെ തന്നതിന് നമ്മുടെ കെബിദ സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹവും സൗഹൃദവും നിറഞ്ഞ ഈ സന്ധ്യയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റോറിംഗ് മൺഡേസ് എപ്പിസോഡ് 50 ദ പവർ ഓഫ് മൈൻഡ് അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്കിടയിലേക്ക് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ PMJF ലയൺ ഡോക്ടർ ഫസലുദ്ദീനെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ എന്റെ ഡ്യൂട്ടി. ലയണിസത്തിന്റെ കർമ്മപഥത്തിൽ തിളക്കമാർന്ന നിരവധി മുദ്രകൾ പതിപ്പിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ ഫസലുദ്ദീൻ. 2006 മുതൽ ലയൺസ് ക്ലബ് കിളിമാനൂർ പോങ്ങനാട് അംഗമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കിളിമാനൂർ പോങ്ങനാട് ലയൺസ് ക്ലബിന് സ്വന്തമായി ഒരു ആസ്ഥാനം എന്ന സ്വപ്നം സഫലീകരിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രസിഡൻഷ്യൽ കാലയളവിലാണ് എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ സോൺ ചെയർമാൻ, റീജിയൻ ചെയർപേഴ്സൺ, ചൈൽഡ്ഹുഡ് ക്യാൻസർ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ തുടങ്ങി എല്ലാ വർഷങ്ങളിലും സുപ്രധാന ഉത്തരവാദിത്തങ്ങൾ അങ്ങേയറ്റം കാര്യക്ഷമതയോടെയും അർപ്പണബോധത്തോടെയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ഇന്റർനാഷണൽ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചിട്ടുള്ള ലയൺ ഫസലുദ്ദീൻ CLLI, ELLI, RLLI, ALLI തുടങ്ങിയ ലയൺസ് ഇന്റർനാഷണൽ നടത്തുന്ന ട്രെയിനിങ്ങുകൾ എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ലയൺ ഫസലുദ്ദീൻ തോപ്പിൽ നിലവിൽ അദ്ദേഹം ZLLI ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന നിലയിൽ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ നേതൃത്വം നൽകുന്നു. ലയണിസത്തിന് പുറത്ത് പൊതുരംഗത്തും വ്യവസായ മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കർമ്മയോഗി കൂടിയാണ് ഡോക്ടർ ഫസലുദ്ദീൻ. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒരു LP സ്കൂളിന്റെ മാനേജരും ഒരു BEd കോളേജിന്റെ ഡയറക്ടറുമാണ്. ഒരു ഗവൺമെന്റ് A ക്ലാസ് ലൈസൻസ് കോൺട്രാക്ടർ കൂടിയാണ്. കൂടാതെ തോപ്പിൽ ടൈൽസിന്റെ മാനേജിംഗ് ഡയറക്ടറായും ട്രാവൻകൂർ ബ്രിക്സിന്റെ പ്രൊപ്പറേറ്ററായും വ്യവസായ മേഖലയിൽ തന്റേതായ നേതൃപാടവം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ വൈഫ് ഫെമിനയും ആർക്കിടെക്റ്റായ മകൻ ഫെബിൻ മുഹമ്മദും LLB വിദ്യാർത്ഥിയായ ആദം അലിയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ സന്തുഷ്ട കുടുംബം. ഏതൊരു ലക്ഷ്യത്തെയും നേട്ടമാക്കി മാറ്റാൻ മനസ്സിന്റെ കരുത്തിനോളം വലുതായി മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന കർമ്മനിരതനായ നമ്മുടെ പ്രിയപ്പെട്ട ലയൺ ഡോക്ടർ ഫസലുദ്ദീൻ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്ന തന്റെ അനുഭവങ്ങളും അറിവും തന്നെയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വെർച്വൽ വേദിയിലേക്ക് വളരെ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. താങ്ക് യു. താങ്ക് യു സജിത മാഡം. വളരെ നല്ല വാക്കുകളിൽ നമ്മുടെ ഇന്നത്തെ ട്രെയിനറെ പരിചയപ്പെടുത്തി. നമ്മുടെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലയൺ എഞ്ചിനീയർ RK രാധാകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്. ആ ഫ്ലോർ രാധാകൃഷ്ണൻ സാറിന് ഹാൻഡ് ഓവർ. സാർ, ദി ഫ്ലോർ ഈസ് യുവേഴ്സ് സാർ ഫോർ ദി വെൽക്കം അഡ്രസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ പറയുന്ന കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് to this function.
പ്രിയപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്ത് ലയൺ കബീർ ദാസ്, എൻ്റെ അനിയൻ ഫസലുദ്ദീൻ, പിന്നെ ഏറ്റവും പ്രിയനായ നമ്മുടെ അയ്യപ്പൻ ഡോക്ടർ തുടങ്ങി ഷജിദ ഷാനവാസ്, എല്ലാവരും ഈ വേദിയിലുണ്ട് എന്ന് എനിക്കറിയാം. ഏറ്റവും അധികം സന്തോഷമുണ്ട് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും 2 വാക്ക് സംസാരിക്കാനും ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തന്നതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 50ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോറിംഗ് മൺഡേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ലയൺ സുഹൃത്തുക്കളും ലയൺ ലീഡേഴ്സും ഈ പ്രോഗ്രാമിന്റെ ബെനിഫിഷ്യറീസ് ആണ് എനിക്കറിയാം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്ന് 2 വാക്ക് പറയാനും നിങ്ങളോട് സംവാദിക്കാനുമുള്ള ഒരു അവസരം ഒരുക്കി തന്നതിന് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാല് പവർ ഓഫ് മൈൻഡ് എന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ നമുക്കിന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പവർ ഓഫ് മൈൻഡ് എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ഭാരതം പല മഹത്തായ വ്യക്തികളുടെയും ഒരു നാടാണ്. പവർ ഓഫ് മൈൻഡിന്റെ ഒരു നിറകുടമാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ സ്വാമി വിവേകാനന്ദനായാലും കബീർ ദാസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓരോ സന്യാസി വര്യന്മാരായാലും അവരെല്ലാവരും തന്നെ ഈ മൈൻഡ് പവറിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രഭാഷണം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്രഭാഷണമാണ്. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ അതിന് പല ബുക്കുകളിലും പല പ്രസിദ്ധീകരണങ്ങളും അത് വായിച്ച ഒരു ഇതാണ്. അപ്പം അതിന്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ സ്പീച്ച് വളരെ പോപ്പുലറായി എന്നുള്ളതിന് ഒരു കാര്യം അദ്ദേഹത്തിന്റെ മൈൻഡ് പവറാണ്. കാരണം വെച്ചാൽ ഈ ചിക്കാഗോ സമ്മേളനത്തിന് 2 ദിവസം മുൻപായിട്ട് അദ്ദേഹം ചിക്കാഗോ നഗരത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു പശു അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാള അദ്ദേഹത്തിന് നേരെ വരികയും ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ ആ പശു അദ്ദേഹത്തിന് കുമ്പിട്ട് താഴേക്ക് നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെ കൂടിയിരുന്ന ഫോറിനേഴ്സ്, അമേരിക്കൻസ് ഇത് കാണുകയും അത് വളരെ അതിശയോക്തിയുള്ള ഒരു കാര്യമായിട്ട് അവർ വിശ്വസിക്കുകയും അതിന്റെ ഒരു പേപ്പറിൽ അതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ മീഡിയയിൽ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ വരികയും അപ്പം എന്താണ് ഈ സ്വാമിജിക്ക് എത്രയും ഒരു പവർ അല്ലെങ്കിൽ മൈൻഡ് പവർ, ഇത്രയും ആൾക്കാരെ ഓട്ടിക്കാൻ വന്ന ഒരു പശു അല്ലെങ്കിൽ ഒരു കാള അദ്ദേഹത്തിന്റെ മുൻപിൽ കുമ്പിട്ടുന്നത് എന്താണ് എന്ന് ആൾക്കാര് തിരിച്ചറിഞ്ഞു. അപ്പൊ അദ്ദേഹം അതോടുകൂടിയാണ് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഒരു നിമിത്തം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് മുമ്പായിട്ടുണ്ടായത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന്റെ ചിക്കാഗോ പ്രഭാഷണം വളരെ സക്സസ്ഫുൾ ആയി ലോകം എന്നറിയപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറിയത്. അപ്പൊ ഇതിനുള്ള ഒറ്റ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് പവറാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്റർനാഷണൽ യോഗ ഡേ ഇപ്പം വരുന്നുണ്ട്. യോഗ അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് മൈൻഡിനെ വളരെയധികം പവർഫുൾ ആക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അതേപോലെ പല രാജ്യങ്ങളും ചൈനീസ് രീതിയുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും അത് ഈവൻ യൂറോപ്യൻ രീതിയുണ്ട്. ഞാൻ ആ ഒരു റിലീജിയനെ പറ്റിയോ ഒരു പർട്ടിക്കുലർ കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നതല്ല. മൈൻഡ് പവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമുക്ക് ത്രൂ എക്സസൈസ്, ത്രൂ യോഗ, ത്രൂ മെഡിറ്റേഷൻ ആൻഡ് വേരിയസ് അതർ മീൻസ് നമുക്ക് മൈൻഡ് പവർ തീർച്ചയായിട്ടും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതൊരു പ്രതികൂല സാഹചര്യം വന്നാലും ഒരു മൈൻഡ് പവറുള്ള ഒരാൾക്ക് അത് ഈസി ആയിട്ട് നമുക്കത് തരണം ചെയ്യാൻ സാധിക്കും. നമ്മുടെ യൂസഫ് അലി ആവട്ടെ, നമ്മുടെ ടാറ്റ ചെയർമാൻ ആവട്ടെ,
അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്യാപ്റ്റൻസ് ആവട്ടെ, ആരാണെങ്കിലും, അംബാനി ആവട്ടെ, അദാനി ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ചിറ്റപ്പള്ളി ആവട്ടെ, ഇവരെല്ലാം വളരെയധികം മൈൻഡ് പവർ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് അവർ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയത്. അതുമാതിരി നമ്മുടെ പ്രസ്ഥാനത്തും വളരെയധികം പവർഫുൾ ആയിട്ട് മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം നേതാക്കളുണ്ട്. ഇപ്പം തന്നെ കബീർ ദാസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഫസലുദ്ദീൻ ആണെങ്കിലും, ഇവരെല്ലാവരും തന്നെ ഒരു നല്ലൊരു ബിസിനസ് എൻറ്റിറ്റിയിലേക്ക് വന്നത് ഇവരെല്ലാം ഒരു ബിസിനസ് അല്ലെങ്കിൽ ആന്ത്രപ്രണേഴ്സ് ആണ്, എനിക്കറിയാം. അവരെല്ലാം ഈ രീതിയിലേക്ക് വന്നത് അവരുടെ ഒരു മൈൻഡ് പവറും, കാരണം ഒരു ബിസിനസ് എൻറ്റിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ചലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ചലഞ്ചസ് ക്യാൻ ബി ഓവർകം ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മൈൻഡ് പവർ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇനി വളരെയധികം ആൾക്കാർ ഈ ഫോറത്തിലുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിനും ഉള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇനിയും വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഓവർ ആൻഡ് അബോവ് ഈ വർഷത്തെ ക്യാബിനറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോസിലുള്ള 2 വ്യക്തികളാണ് ലയൺ കബീർ ദാസും ലയൺ ഫസലുദ്ദീനും. അതുമാതിരി നമ്മുടെ സജിന ഓണപ്പുടവ എന്ന പ്രോഗ്രാമിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ഡിസ്ട്രിക്ട് ഗവർണർ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ ഡിസ്ട്രിക്ട് ആൻഡ് ഐ വിഷ് sorry. I wish everyone a wonderful Learnistic year, and I once again thank you for inviting me. ഈ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ ഇവിടെ വിനയപൂർവ്വം പ്രഖ്യാപിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കബീർ ദാസ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത നമ്മൾ ഇനി സമയം ഒട്ടും തീർക്കുന്നതിൽ ആൾറെഡി തന്നെ ഒരുപാട് ലേറ്റായി. ഓക്കെ, ഫ്ലോർ ഹാൻഡ് ഓവർ ടു ടുഡേസ് സ്പീക്കർ ലയൺ ടോപ്പിൽ ഫസലുദ്ദീൻ സർ. ഫ്ലോർ ഈസ് യുവർ സർ, പ്ലീസ്. അധ്യക്ഷൻ ബഹുമാനായ ലയൺ കബീർ ദാസ് സാർ, ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ആദരണീയനും ബഹുമാനീയനുമായ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ലയൺ എഞ്ചിനീയർ രാധാകൃഷ്ണൻ സാർ, ഇന്ന് എന്നെ മനോഹരമായി ഇവിടെ പരിചയപ്പെടുത്തിയ ലയൺ സജിത ഷാനവാസ്, അതുപോലെ ഇന്ന് ഇതിന് നന്ദി പറയുന്ന അയ്യപ്പൻ സാർ, പിന്നെ സ്ഥിരമായി ഇതിനകത്തുള്ള മുഖങ്ങളുണ്ട്. ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഇന്നത്തെ ഈ നല്ല വൈകുന്നേരത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളാണോ അതോ മനസ്സ് നമ്മളെയാണോ നിയന്ത്രിക്കുന്നത്? എല്ലാവരുടെയും മൈക്ക് ഇന്ന് അൺമ്യൂട്ട് ചെയ്യാം, വലിയ ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടാണ് മുമ്പോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ പ്രസംഗത്തിൻ്റെയോ വലിയൊരു ഇതിൽ അല്ല പോകുന്നത്. കാര്യം ഇതെല്ലാവരും ട്രെയിനേഴ്സാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. നല്ല മൈൻഡ് പവർ ഉള്ളവരും ഇൻഡിവിജ്വലി അതിന് കപ്പാസിറ്റി ഉള്ളവരും ഒക്കെയാണ് എല്ലാവരും ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ചോദ്യത്തിനൊന്ന് ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇനി എന്തെങ്കിലും മറ്റ് ഇതുണ്ടോ? അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മളെ നിയന്ത്രിക്കും. മനസ്സ് നമ്മളെ നിയന്ത്രിക്കപ്പോഴാണ് നമുക്ക് അമിതമായ ദുഃഖം, കോപം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അടിമപ്പെടുകയും നമ്മൾ ആത്മഹത്യ അതുപോലുള്ള പല പല വിഷയങ്ങളിലോട്ട് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് നമ്മളെ നിയന്ത്രിക്കപ്പോഴാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഇടപെടട്ടെ, ഡിസ്കഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ്. പറയണം. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന നമ്മൾ ആരാണപ്പോ? മനസ്സിനെ നിയന്ത്രിക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമാണ്, ചെറുതല്ല. അത് എങ്ങനെ വേണമെങ്കിലും അർത്ഥം ആക്കാം. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുന്ന, ഇപ്പൊ നമ്മുടെ തലച്ചോറിലുള്ളത്
തലച്ചോറെന്ന് പറയുന്നത് തലയ്ക്കകത്തുള്ള ഒരു 1.4 കിലോഗ്രാം തൂക്കമുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ച് പഠിച്ചു വയ്ക്കുന്നത്. നമ്മളെ മനസ്സെന്ന് പറയുന്നത് നമ്മളത് പഠിച്ചു വയ്ക്കുന്നതാണ്. പക്ഷെ അതിലുപരിയായിട്ട് ചിന്തിച്ച് പോകുമ്പം വേറെ പല കാര്യങ്ങളും അതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഇപ്പം നമ്മുടെ എന്താണ് സോളാണെന്നോ അതിനപ്പുറമാണെന്നോ ഇപ്പുറമാണെന്നോ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യം പറയാം. പക്ഷെ അത് പറയുമ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ കുറെ അങ്ങോട്ട് മാറിപ്പോവുകയും ഓക്കെ, ഞാൻ ഒത്തിരി വെറുതെ ഒരു ഡിസ്കഷന് വേണ്ടി ചോദിച്ചു. അല്ല, ഇന്നത്തെ മാറ്റർ ഡിസ്കഷൻ തന്നെയാണ്. എല്ലാവരുടെ ചോദ്യങ്ങൾക്കും എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. അതിന് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മറുപടി പറയും. അല്ലാത്തതിന് ഇത് വിദഗ്ധനായ കബീർദാസ് സാറുണ്ട്, നമ്മുടെ DCS സാറുണ്ട്, പിന്നെ മറ്റുള്ള IFS സാറുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ല, ഒരു വളരെ വലിയ വിഷയമാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു 40 മിനിറ്റാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും സംസാരിച്ചും പോട്ട് പോകാം. അപ്പോൾ റോളിംഗ് മൺഡേ 50ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. എല്ലാ എപ്പിസോഡിലും ഞാൻ നന്ദി പറയൽ ആയിരുന്നു, ആദ്യ അവസാനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അവസാനത്തെ ഒരു ആഴ്ചകളിലേക്ക് വന്നതുകൊണ്ട് ഇന്ന് കബീർദാസ് സാർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ദിവസം ക്ലാസ് നയിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഏറ്റെടുത്തേക്കുന്നത്. വലിയൊരു ട്രെയിനറായതുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ മൈൻഡ് പവറിനെ കുറിച്ച് കുറേ എനിക്കറിയാവുന്നൊരു കാര്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ TPR എന്ന് പറഞ്ഞാൽ തോട്ട് പ്രോസസ്സിങ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും ഇപ്പം നമ്മുടെ മൈൻഡിനെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ശ്രീബുദ്ധൻ ബോധിമരത്തിൻ്റെ ചുവട്ടിൽ വളരെ ദിവസങ്ങൾ ഉപവസിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റം അറിയാവുന്നതാണ് ചരിത്രത്തിൽ. അപ്പൊ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദൈവം ആവുകയോ മതം കൊണ്ടുവരികയോ അല്ല ചെയ്തത്. അദ്ദേഹം വേറൊരു സ്പിരിച്വൽ ലെവലിലേക്ക് മാറിയിട്ട് ജനങ്ങളെ ഇതൊന്നുമില്ലാതെ ഒരു ബോധവൽക്കരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം മറ്റുള്ളവരെല്ലാവരെയും പോലെ തന്നെ ദൈവത്തിന്റെ ഒരു രൂപത്തിലേക്ക് മറ്റുള്ളവരാക്കിയതാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ഉപവാസത്തിലൂടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അത് സമൂഹത്തിൽ വളരെ നന്മ ചൊരിയിക്കാനും പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഓരോരുത്തർക്കും അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മെഡിറ്റേഷൻ, ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിനെ കൊണ്ട് ജോലി ചെയ്യിക്കുകയാണോ വേണ്ടത്, ജോലി ചെയ്യിക്കാതിരിക്കുകയാണോ വേണ്ടത്? മെഡിറ്റേഷന്റെ മീനിങ് ഞാൻ മനസ്സിലാക്കിയത് സൈലൻസിങ് ദ മൈൻഡ് എന്നാണ്. അപ്പൊ നമ്മൾ സൈലൻസ് ആക്കുവാണ് മൈൻഡിനെ. മെഡിറ്റേഷനിലൂടെ നമുക്ക് മനസ്സിനെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനസ്സെന്ന് പറയുന്ന ഒരു നിമിഷവും അടങ്ങിയിരിക്കാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. ആക്ടിവിറ്റി ആയിട്ട് എപ്പോഴും വേണമെന്നതും വേണ്ടാത്തതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാതെ നമുക്ക് അതിനെ വളരെ ഒരു കൊച്ചുകുട്ടിയെ അടക്കിയിരുത്തുന്നത് പോലെ ആ മനസ്സിനെ അടക്കിയിരുത്താനുള്ള ശ്രമമാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്. ഞാൻ പറയും മൈൻഡ് ഈസ് ലൈക്ക് എ മങ്കി. ഇപ്പൊ കബീർദാസ് സാർ പറഞ്ഞ കണക്ക് ആ മങ്കിയെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റേ ബ്രാഞ്ചിലേക്ക് ചാടുന്ന മങ്കിയെ ഒരു ബ്രാഞ്ചിൽ തന്നെ തളച്ചിടുവാനുള്ള കഴിവ് ആർജിക്കുക, അതാണ് വേണ്ടത്. കാട്ടിലെ കുരങ്ങ്. അതായത് ബോധപൂർവമായ ഇടപെടലുകളിലൂടെ പരിശീലനത്തിലൂടെയും മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനാകും. അതായത് ഒരുപാട് ചിന്തകളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിരീക്ഷിക്കാനും നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-38 രാജ്യങ്ങൾ ഏകദേശം കറങ്ങി വന്നു. അപ്പോൾ ആ യാത്രകളിലൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടേതല്ലാത്ത കാര്യങ്ങളിലൂടെ നമുക്ക് അഭിമാനം കിട്ടുന്ന ചില കാര്യങ്ങളും നമുക്ക് അപമാനം കിട്ടുന്ന ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അഭിമാനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജനനം, ഒരു ഉന്നത കുലജാതനായി ജനിച്ചു, അല്ലെങ്കിൽ താഴെ മതത്തിൽ ജനിച്ചു. അപ്പോൾ ചില അപമാനവും അത് നമ്മളുടെ കയ്യിലുള്ളതല്ല, അതൊരു ജനനത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കപ്പോൾ അപ്പം ഞാൻ സഞ്ചരിച്ച രാജ്യത്തിന്റെ സൈഡിൽ കൂടെ പോയപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ഞാൻ ഒരു 1-2 മണിക്കൂർ 3-4 മണിക്കൂറും കൂടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ
2 മാസം ഒക്കെ ഇരുട്ടായിട്ടും 2 മാസം ഒക്കെ പകലായിട്ടും ഉള്ള സ്ഥലങ്ങളുണ്ടെന്നു. അപ്പം ഞാൻ ആലോചിച്ചു, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നമ്മുടെയൊക്കെ നാട്ടിൽ കുഞ്ഞിലേ പഠിച്ചു വരുന്ന പ്രാർത്ഥനകളും ഒരു പ്രഭാതത്തിലുള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നമ്മുടെ പണ്ഡിതന്മാരുടെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അവർക്ക് അവയറല്ലെന്ന് അവർ പറഞ്ഞ മറുപടി. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റിയിട്ട് ഞാൻ ഈ ഓപ്പണായിട്ട് ചിന്തിക്കാൻ നോക്കി. ഓപ്പണായിട്ട് ചിന്തിക്കാൻ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറി പുറത്തോട്ട് വന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പം നമ്മൾ മക്കയിൽ പോയി പ്രാർത്ഥിക്കുന്നു, വേളാങ്കണ്ണി പോയി പ്രാർത്ഥിക്കുന്നു, ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ ഫലിച്ചില്ലെങ്കിൽ ആരും പോകില്ല. അപ്പോൾ ഈ പ്രാർത്ഥനകൾ ഫലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു മറുപടി ഉണ്ട്. എനിക്ക് കിട്ടിയ മറുപടി, ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ചിന്തകളാണ്. അതിൽ എനിക്ക് കിട്ടിയൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രപഞ്ച ശക്തി മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ കൊടുത്ത ഓരോ പേരുകൾ മാത്രമാണ് അതിനകത്തുള്ളത്. അതിലുപരിയായിട്ടൊന്നുമില്ല എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ബൈബിൾ പൂർണ്ണമായിട്ടും വായിച്ചു, ഖുറാന്റെ പരിഭാഷ പൂർണ്ണമായിട്ടും വായിച്ചു, അതുപോലെ തന്നെ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും വായിച്ചു. ഇതിലെല്ലാം വായിച്ച് അവസാനം ചെന്നപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നും ഇതിനുപരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്നും ആണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ മൈൻഡ് പവറിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ കൂടെ പറയുവാനുണ്ടായ കാരണം പിന്നീട് പറയാം. അത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചില വിഷയമുണ്ട്. ഇന്നലെ നമ്മുടെ മക്കളോട് ഇന്നലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചതെന്നോ ഇന്നലെ എന്ത് ലഞ്ചാണോ കഴിച്ചതെന്ന് ഇന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ കഴിയും? നോർമലി നമുക്ക് തന്നെ പറയാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളെല്ലാവരും മറ്റ് ചിന്തകളിലാണ്. ഒന്നുകിൽ മൊബൈലിൽ, അതല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് പല ടോക്കുകളിലും മറ്റു കാര്യങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മെമ്മറി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മെമ്മറി വളരെ അത്രയും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൽ, പക്ഷെ നമ്മുടെ ശ്രദ്ധകൾ പല കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഫോക്കസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് അത് പറ്റുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 2 മണിക്കൂർ നമുക്ക് ഓഫീസിലിരുന്ന് ചെയ്യുന്ന ജോലി മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്താൽ 25 മിനിറ്റ് കൊണ്ട് അത് ചെയ്യാമെന്നാണ്. അതിനകത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടുമെന്നാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും എന്നും കൂടെയാണ്. അപ്പോൾ അതിനകത്തൊരു സംശയം ഉണ്ടാവില്ല. എനിക്ക് നേരത്തെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ബേക്കറി നടത്തുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്താണ്. പുള്ളി വൈകുന്നേരം കട അടച്ചിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും വരും. കട പൂട്ടിയില്ലോ എന്നൊരു സംശയം. വീണ്ടും വരപ്പം പൂട്ടിയിട്ടുണ്ട് സംഭവം. പക്ഷേ ഈ പുള്ളി സ്ഥിരമായിട്ട് പല ദിവസങ്ങളിലും ഇതുപോലെയാണ്. പൂട്ടിയില്ല സംശയം വരും, വീട്ടിൽ പോകും, ഉടനിറങ്ങും, വീണ്ടും എഴുന്നേറ്റ് വരും, വീണ്ടും പൂട്ട് പിടിച്ച് ഒന്നുകൂടെ നോക്കും. അപ്പം അത് നമ്മുടെ ശ്രദ്ധകളിലുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ശ്രദ്ധക്കുറവാണ് അതിനുള്ള കാര്യം. അതിൻ്റെ മൈൻഡിലോട്ട് അത് കയറുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ മനസ്സ് ഒരു കോൾ വന്നു, അങ്ങനെ ഡിസ്റ്റർബ് ആയി പോയത്. നമ്മുടെ മനസ്സിനെ നമ്മുടെ ജോലിക്കാരനാക്കാം. ആ ജോലിക്കാരനായി കഴിഞ്ഞാൽ മനസ്സ് നമ്മുടെ അടിമയായിട്ട് നിൽക്കും. അതല്ലെങ്കിൽ മനസ്സ് നമ്മുടെ യജമാനാവും. ആദ്യം പറഞ്ഞതുപോലെ യജമാനായാലാണ് വലിയ വിഷയമാകുന്നത്. കണ്ടിന്യൂ ചെയ്യാലോ സാറേ? ഈ മനസ്സിലെ തന്നെ റാഷണൽ മൈൻഡും ഉണ്ട്, ഇമോഷണൽ മൈൻഡും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ അടിമയാക്കേണ്ടത്, മാസ്റ്റർ ആവുന്നത് നമ്മുടെ ഇമോഷണൽ മൈൻഡ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അമിഗ്ഡല ഹൈജാക്ക് കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നേരെ മറിച്ച് പ്രീഫോണ്ടൽ കോർട്ടക്സ് നമ്മുടെ മാസ്റ്ററെ വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. ഈ പറഞ്ഞ മൈൻഡിനെ നമ്മളുടെ വരുതിയിൽ നിർത്തി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ മെഡിറ്റേഷനിലൂടെ നമുക്ക് വലുതായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയാൽ ആദ്യം ഒരു പെൻസിലും പേനയും എടുത്ത് നമ്മുടെ ഒരു അടുത്തിരുന്നിട്ട് പെൻസിലെടുത്ത് നമ്മളൊരു മെഡിറ്റേഷനിൽ കണ്ണടച്ചിരിക്കുകയാണ്.
ഒരു ചിന്ത വരുമ്പം നമ്മൾ ജസ്റ്റ് പേപ്പറിലും നോക്കാതെ ഒരു വര ഇടുക. വീണ്ടും അടുത്ത 15 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ അടുത്ത ചിന്ത വരുമ്പോൾ അടുത്തൊരു വര ഇടുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ഇരിക്കുന്നതിനിടയിൽ ഒരു 10-30-40 വരകൾ നോർമലി ആദ്യം വീഴും പേപ്പറിൽ. പക്ഷെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയാൽ അതിലൂടെ നമ്മുടെ മൈൻഡിനെ സൈലന്റ് ആക്കാൻ പറ്റും. നമുക്ക് ചിലർ കണ്ടാൽ മനസ്സിലാവും, ചിലർ വളരെ നല്ല ഹെൽത്തി ഒക്കെ ആയിരിക്കും. നമ്മൾ വളരെ മോശമായിട്ട് ഒരാളുടെ അടുത്ത് പെരുമാറിയാലും അവരപ്പോഴൊന്നും വലുതായിട്ട് പ്രതികരിക്കാറില്ല. അവർ മിണ്ടാതങ്ങ് പോവുകയാണ് പതിവ്. പക്ഷെ അവരുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അത് പറ്റുന്നത്. അവർക്ക് അതിനകത്ത് ദുഃഖം ഉണ്ടാവാറുമില്ല. പക്ഷെ നമ്മൾ അവിടെ പ്രതികരിച്ച് വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിനകത്ത് സ്വന്തം വിഷയങ്ങൾ ഉണ്ടാകും. ഈ സാറ് ചോദിച്ച ചോദ്യം ഈ പറഞ്ഞ ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യണോ? അതിൻ്റെ ഒന്നും കൂടെ നമ്മുടെ കഴിവുകൾക്ക് നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന പരിധികളുണ്ട്. പലപ്പോഴും അതാണ് വലിയ തടസ്സം വന്നത്. എനിക്ക് കഴിയില്ല എന്ന ചിന്ത മാറ്റി എനിക്ക് എന്ത് പഠിക്കാനും മാസ്റ്റർ ചെയ്യാനും സാധിക്കുമെന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് എത്തിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതായത് ഒരു നല്ല അറിവുകൾ, പുതിയ ആശയങ്ങൾ, ക്രിയാത്മകമായ അനുഭവങ്ങൾ എന്നിവ നൽകി അതിനെ ഫീഡ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അഭിനിവേശം നമ്മളെ പലപ്പോഴും യൗവനമുള്ളവരാക്കി നിലനിർത്തും. അപ്പോൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നിത്യജീവിതത്തിൽ കൃതജ്ഞത, പോസിറ്റീവ് അഫർമേഷൻ, മൈൻഡ്ഫുൾനെസ് എന്നിവ ശീലമാക്കാൻ പറ്റണം. ഇപ്പം നമുക്ക് ആര് തന്നാലും നന്ദി, താങ്ക് യു, ഐ ലവ് യു എന്നൊക്കെ നിരന്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരുപാട് ശാന്തമാവുകയും നന്നാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കും. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് പരാജയമായി കാണാതെ വളർച്ചയ്ക്കുള്ള പാഠങ്ങളായി കാണാൻ പരിശീലിക്കണം. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കരുത്താണ്. അറിവ് നേടാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം കാണിക്കുന്ന അച്ചടക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ. അപ്പം എൻ്റെ കമ്പനിയിൽ ഞാൻ 2 വാക്കുകൾ നിരോധിച്ചിട്ടുണ്ട്. അതായത് നോ എന്നും ഇല്ല എന്നും പറയരുതെന്നും. അതൊരു നെഗറ്റീവ് വാക്കാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരാൾ വന്ന് ചോദിച്ചാൽ കസ്റ്റമറുടെ അടുത്ത് അതില്ല എന്ന് പറയാതെ അവിടെ ഇരുത്തി നമുക്കത് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് മാക്സിമം നോക്കിയതിന് ശേഷം അതിൽ കിട്ടാതിരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹത്തിനോട് പറയേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് നോ എന്ന് പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിരോധിച്ചിട്ടുണ്ട്. ഞാൻ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള പറയുന്ന മീറ്റിങ്ങുകളിലെല്ലാം പറയുന്ന വാക്കുകളാണ് നോ എന്ന്. പകരം നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞ് ഇല്ല എന്നുള്ള അങ്ങനെ പറയണം. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിനകത്ത് നമ്മൾ സാധാരണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു എന്ന് പറയാമോ? നമ്മുടെ സരസ്വതി മേഡം പറയും നമ്മൾ വൈകുന്നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പോസിറ്റീവേ പ്രാർത്ഥിക്കാവൂ എന്നാണ് പറയുന്നത്. പക്ഷെ പല അല്ല, ആൾക്കാരും ദൈവമേ എന്റെ അസുഖങ്ങളൊക്കെ തീർത്തു തരണമെന്ന് പറയും. അത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദൈവമേ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പറയാം. അപ്പൊ നമ്മള് ഇല്ലായ്മയെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത് സത്യമാണ്. അതായിരിക്കും സാർ പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സരസ്വതി പറയണം. ബൈക്കൊക്കെ ഓണാക്കി വന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഞാൻ സത്യം തുറന്നു പറയട്ടെ, ഞാൻ വൈകുന്നേരങ്ങളിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നേ വരെ ഞാൻ ഒറ്റ കാര്യവും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലാവർക്കും സമാധാനം കൊടുക്കണമെന്നേ പറഞ്ഞിട്ട്, ഈ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. നമ്മുടെ സ്വന്തമെന്നല്ല, അല്ലാണ്ട് എനിക്ക് വേണ്ടി സത്യം ഞാൻ തുറന്നു പറയുകയാണ്, ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നല്ല കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കൂടുതലൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. അമ്പലങ്ങളിൽ പോയി മുട്ടൂതി കിടക്കാറില്ല. ഇതൊന്നും എനിക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാത്രം ഞാൻ പറയും. പ്രാർത്ഥനകൾ എപ്പോഴും നല്ലതാണ്. പ്രാർത്ഥനകൾക്ക് ഫലവും ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിലൊരു വിഷയമുണ്ട്. നമ്മൾ ആദ്യം പറയുന്ന വാക്കുകളാണ് മൈൻഡ് ഫീഡ് ചെയ്യുന്നത്.
മൈൻഡ് ഫീഡ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊക്കെ പള്ളികളിലും ഒക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, മാരകമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന്. അപ്പം നമ്മുടെ മൈൻഡ് ആദ്യം കേൾക്കുന്ന മാരകമായ അസുഖങ്ങൾ എന്നാണ്. പിന്നെ രണ്ടാമത് പറയുന്നത്, പിന്നെ പറയും കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന്. അപ്പോഴും മൈൻഡ് കേൾക്കുന്നത് കടബാധ്യതകൾ എന്നാണ്. അതുപോലെ ക്യാൻസർ പോലെ കീറിമുറിക്കുന്ന അസുഖങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആദ്യത്തെ വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് പോവുകയും അതനുസരിച്ച് നമ്മുടെ മൈൻഡിൽ ഓരോ പാത്തുകൾ രൂപപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ നെഗറ്റീവ് ആണെന്നും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും, യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. അതൊരു പോസിറ്റീവാണ്. ഈ പറഞ്ഞതുപോലെ ലോക സമാധാനം, എല്ലാവർക്കും സുഖം, ഐശ്വര്യം, സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാർത്ഥനകള് നോർമലി ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കേട്ടുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെ പറയുന്നതിന് വേണ്ടിയാണ് ഞാനത് കൊണ്ടുവന്നത്. ആർക്കെങ്കിലും കാണിയാ? ജെയിൻ സാറ് എന്തെങ്കിലും പറയാനില്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം സാർ. പറയാനുണ്ടെങ്കിൽ ജെയിൻ സാർ എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ചെയ്തേക്കാം. എല്ലാവരും വലിയ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും വില കൂടിയ, ഏറ്റവും ശക്തിയേറിയ മെഷീൻ ഏതാണ്? അത് നമ്മുടെ മൈൻഡ് തന്നെയാണ്. സൂപ്പർ കമ്പ്യൂട്ടറോ AI ഒന്നുമല്ല. നമ്മുടെ തലയ്ക്കുള്ളിൽ വെറും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1.4 കിലോഗ്രാം മാത്രം ഭാരമുള്ള, നിത്യവും നമ്മളോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സിനെ കുറിച്ച് സാർ നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചു. അതിന്റെ പൂർണ്ണമായിട്ടും മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളല്ല ഞാൻ. അത് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ഇതിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം തന്നെ അതിന്റെ മറുപടി പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം അതിനെക്കുറിച്ച് കുറേ പഠിച്ച് പോകുമ്പോൾ വല്ലാത്തൊരു ലോകത്തിലേക്കാണ് അത് പോണത്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മൾ ഏത് ലക്ഷ്യവും കിടക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും മോട്ടിവേഷൻ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപ്ഗ്രേഡ് എങ്ങനെ നടത്താമെന്നാണ്. നമ്മുടെ തലയിൽ ദിവസവും 60,000 ചിന്തകൾ വരുന്നുണ്ടെന്നാണ്. അതിൽ 80% നെഗറ്റീവ് ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഉറക്കത്തിൽ പോലും കാണുന്ന സ്വപ്നങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് ഇത് പറ്റില്ല, അത് നടക്കില്ല എന്നൊക്കെ വലിയ ചെറിയ ഇതിലൊക്കെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് സത്യം ഇത് അറിയില്ല എന്നറിയില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് എന്താണ് സത്യം എന്നറിയില്ല. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് വിശ്വസിക്കും. നാളെ മുതൽ ഐ കാണ്ട് ഡു ദിസ് എന്നതിന് പകരം ഹൗ ഐ ക്യാൻ ഡു ദിസ് എന്ന് ചോദിച്ചു തുടങ്ങിയാൽ അതോടുകൂടി നമ്മുടെ മൈൻഡിന്റെ പ്രവർത്തനങ്ങൾ മാറി തുടങ്ങും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഉത്തരം തേടാൻ തുടങ്ങും. ഇത് കേവലം വാക്കല്ല, ഇതൊരു മൈൻഡ് ഹാക്കാണ്. നമ്മൾ ലേസർ ലൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ, അത് വായുവിലൂടെ പോകുമ്പോൾ കാണില്ല. പക്ഷേ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് സ്റ്റീൽ പോലും മുറിക്കുമെന്നാണ്. നമ്മുടെ മനസ്സിനും ഈ ശക്തിയുണ്ട്. മൾട്ടി ടാസ്കിങ് എന്നത് ഇന്നത്തെ കാലത്തെ ഒരു മിഥ്യയാണ്. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെയാണ് ജീനിയസ് ഉദിക്കുന്നത്. അടുത്ത 7 ദിവസം ജോലി ചെയ്യുമ്പോൾ ഫോൺ മാറ്റിവെച്ച് വെറും 25 മിനിറ്റ് ഡീപ്പ് ഫോക്കസ് പരീക്ഷിച്ചു നോക്കണം. ആ 25 മിനിറ്റ് നിങ്ങൾക്ക് 2 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് തുല്യമായ ഫലം നൽകുമെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു ഇതിലോട്ട് എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാമോ? അടയ്ക്കാം. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മഞ്ഞ നിറമുള്ള നല്ല പഴുത്ത ഒരു നാരങ്ങയുണ്ട്. ഞാനത് 2ആയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ആ ഒരല്പം തുറക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പകുതി എടുത്ത് നിങ്ങളുടെ നാക്കിന് മുകളിലോട്ട് പതുക്കെ തുള്ളിയായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. കണ്ണു തുറക്കണം. നമ്മുടെ വായില് ഉമിനീര് അല്പമെങ്കിലും വന്ന് കാണും. അതിൻ്റെ വേറൊരു രൂപത്തിലോട്ട് പോകുമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ഒരു ചെറിയ പുളിപ്പിൻ്റെ ആ ഒരു ഇത് ഉമിനീര് വായിൽ
ഉണ്ടാവും. എൻ്റെ വായിലടക്കം ഞാൻ പറഞ്ഞെങ്കിൽ എൻ്റെ വായിലടക്കം അതിൻ്റെ ഉമിനീര് ഇങ്ങനെ പറ്റും. നമ്മളതിന് ഉള്ളിലോട്ട് അതിനെ വരുത്തണം. നമ്മുടെ മനസ്സിൽ അതിനെ റിയലൈസ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഇത് വരുന്നത്. എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളായിത്തീരുന്നു. അത് മൈൻഡിൽ നമ്മൾ എന്താണോ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ആയിത്തീരും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മൈൻഡ് പവർ ഇപ്പം വന്നിട്ടുണ്ട്. കൊണ്ടിട്ട് ഇത് പലരും ഇതിനകത്ത് പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒരു ചലഞ്ച് കൂടെ ഞാൻ പറയുന്നു. അടുത്ത 7 ദിവസം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ നേടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ് എന്ന് എഴുതി വെക്കണം. അത് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യണം. ഓർമ്മിക്കുക, once you master your mind, you master your life എന്നാണ്. അപ്പോൾ ഇത് നിരന്തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേയേറെ നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ മനസ്സ് നമ്മുടെ അടിമയാണോ അതോ യജമാനാണോ എന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നു. അത് തീരുമാനിക്കുന്നത് ആദ്യം ചോദിച്ചിരുന്നു. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വലിയ കാര്യങ്ങളൊക്കെയായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ, പൊട്ടൻഷ്യൽ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്ന് പരിശോധിക്കാം. മനസ്സൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്ന് നമ്മൾ ആവർത്തി ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തലച്ചോർ സ്വയം മാറുന്നുണ്ട്. നമ്മളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് വളരെ പ്രധാനമാണ്. നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചോദ്യങ്ങളിലേക്ക് എനിക്ക് കഴിയില്ല എന്നുള്ളതിന് പകരം എനിക്ക് എങ്ങനെ സാധിക്കാം എന്നാക്കി മാറ്റിക്കൊണ്ടുവരണം. ഇത് നമുക്ക് ഒത്തിരി മൈൻഡിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അൺകണ്ടീഷണലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് അതൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. ഇപ്പം നമ്മളൊരു ചാരിറ്റി ചെയ്യണം, അതൊരു അൺകണ്ടീഷണലായിട്ട് ചാരിറ്റി ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിലാണ് ഒരുപാട് ഇത് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇന്നിപ്പം നമ്മൾ വഴിയിൽ കണ്ട ഒരാൾക്ക് 100 രൂപ കൊടുത്തു. നാളെ രാവിലെ അയാളെ കണ്ടപ്പോൾ നമുക്ക് പൈസ കൊടുക്കാൻ നമ്മളെ ഇല്ലായിരുന്നു. അയാളെ കണ്ടപ്പോൾ നമ്മളെ മുഖം തിരിഞ്ഞ് മാറി അങ്ങ് പോയ ഒരവസ്ഥ ഉണ്ടായേക്കും. നമ്മൾ ഇന്നലെ അവന് 100 കൊടുത്താണ്, ഇന്ന് നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ മൈൻഡിൽ അത് കയറി കഴിഞ്ഞു. നാളെ അവൻ നമ്മളോട് എന്ത് കാണിക്കുന്നു എന്നുള്ളത് അവൻ്റെ വിഷയമാണ്, നമ്മുടെ വിഷയമല്ല. നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണ്. നമ്മൾ ഇവിടെ കൊടുത്താൽ നമുക്കത് കൊല്ലത്തും കിട്ടും. നമ്മുടെ മൈൻഡ് നമുക്കത് നേടിക്കൊണ്ട് തരും. അതിനു വേണ്ടി നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തിയെടുക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിലും ഒക്കെ അങ്ങോട്ട് കയറി സംസാരിക്കാം. നല്ലൊരു സദസ്സാണ്. നമ്മൾ 37 പേരുണ്ടായിരുന്നു, ഇപ്പം 35 പേരുണ്ട്. കബീർദാസ് സാർ. ഓക്കെ, നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല, ഒന്നും ചോദിക്കാനില്ല, ഫൈൻ. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രാർത്ഥനകളുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തവർക്ക് എപ്പോഴും താങ്ക്ഫുൾ പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ഇപ്പം നമ്മളൊരു നേരത്തെ കുഞ്ഞിലെ ഒരു നമ്മളൊരു കാണിക്ക വഞ്ചിയിരിപ്പുണ്ട് പള്ളിയുടെ മുമ്പ്. എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് നേടാനുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചില്ലറ കോയിൻ കൊണ്ടിട്ടിട്ട് ഇന്ന കാര്യം സാധിച്ചു തരണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോകും. യഥാർത്ഥത്തിൽ മിക്കവാർക്കും ആ കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അവിടെ പൈസ ഉണ്ടാകും. പിന്നീട് ചിന്തിച്ച് മനസ്സിലായി നമ്മളെ മൈൻഡിൽ അതിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യം നടക്കും എന്ന് നമ്മുടെ മനസ്സിനോട് ആ പൈസ ഇടുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ അതിനങ്ങ് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് ഇന്ന ആൾ സാധിച്ചു തരും. പക്ഷെ ആ സാധിച്ചു തരുന്നത് നമ്മൾ തൻ്റെ മൈൻഡ് തന്നിൽ നമ്മൾ കൊടുത്ത സിഗ്നലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോഴും അതില്ല ഈ ബുദ്ധൻ, ഞാനിപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ പോയായിരുന്നു. ബുദ്ധൻ്റെ സ്ഥലമുണ്ടല്ലോ, ശ്രീ ബുദ്ധൻ്റെ സ്ഥലം വിട്ടു, ഔറംഗാബാദിൽ പോയി അവിടെ ഒക്കെ
എൻ്റെ ആ ബുദ്ധൻ്റെ സ്ഥലമല്ലേ നമ്മുടെ ഗുഹകളുണ്ടല്ലോ, അജന്ത എല്ലോറ. അജന്ത എല്ലോറ അല്ലേ അവിടെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കാര്യങ്ങൾ കണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി. ഒരു ഇന്ത്യയിലുള്ള ഏകദേശം അമ്പലങ്ങൾ മുഴുവൻ പോയി. കഴിഞ്ഞ മാസം ഇവിടെ എവിടെയാണ് ബോർഡറിൽ ജാർഖണ്ഡിലുള്ള അമർ യമുനാ നദിയുടെ അങ്ങ് ശിവരാജ് സാർ, നമ്മുടെ എനിക്കും അറിയത്തില്ല എവിടെയാണ്. ഫേമസ് അമ്പലങ്ങളാണ്. മറ്റേ തപസ് ചെയ്യാനൊക്കെ ആൾക്കാർ പോകുമല്ലോ. വാരണാസി. അതിൻ്റെ അപ്പുറത്ത് യമുനാ ആ ഏരിയകളിലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. എൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. കാര്യം വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യണമല്ലോ. നമ്മുടെ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാനൊരു സുഹൃത്തിനെയും കൂടി നമ്മൾ രണ്ടുപേരായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അവിടെയൊക്കെ ചെന്ന് അവിടുത്തെ വിശ്വാസങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട്. ഇപ്പം മതത്തിൽ ജനാധിപത്യം ഉള്ളത് ഹിന്ദു മതത്തിലുണ്ട്. നമുക്ക് ആരും ആരാധിക്കാം, ആരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മറ്റു മതങ്ങളെ ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് നമ്മുടെ തന്നെ അവരുടെ തന്നെ കാര്യങ്ങളുള്ള പുറത്തോട്ട് പോയി ആരാധിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഇതിലോട്ട് പോയി. ഇപ്പം ബുദ്ധൻ്റെയൊക്കെ ആ ചിന്ത ഈ തപസ്സിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചപ്പോൾ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് ദേഷ്യം, ഈ പറയുന്ന വെറുപ്പ്, പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കൽ, ഇതൊക്കെ നമുക്ക് ഇല്ലാതാക്കാമെന്നും. ഇപ്പോൾ അൺകണ്ടീഷണലായിട്ട് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുമ്പം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? നമുക്കിപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് കിട്ടാനുള്ളത് നമ്മളിലേക്ക് തന്നെ വരുമെന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അത്യാഗ്രഹം, മറ്റു കാര്യങ്ങൾ ഒന്നും, പിന്നെ അമിതമായ മത്സരം, ഇതൊന്നുമില്ലാതെ സമാധാനപരമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമുക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഇതിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനകത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്ക് വിദേശത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും താങ്ക് യു. ഇപ്പോൾ കാനഡയിലൊക്കെ ചെല്ലപ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്ത് പറഞ്ഞാലും താങ്ക് യു, ഐ ലവ് യു, താങ്ക് യു, ഐ ലവ് യു എന്ന് അവിടുത്തെ സായിപ്പന്മാർ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നമ്മളോട്. നമ്മളൊന്നും അവരോട് ചെന്നിട്ടല്ല, എന്നാലും അവരിങ്ങനെ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമുണ്ടാക്കാനും ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മറ്റ് ചിന്തകളൊക്കെ കളഞ്ഞ് നമ്മളുടെ മൈൻഡിനെ മാത്രം കൺട്രോൾ ചെയ്ത് വിശ്വാസങ്ങളിൽ ഊന്നി മുമ്പോട്ട് പോകണം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ വിശ്വാസമാണ്. പിന്നെ നമ്മൾ ജനിച്ചു വന്ന കാര്യങ്ങളിലുള്ള കാര്യങ്ങളൊന്നും കളയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ തിരിച്ചറിവുണ്ടായാൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നിത്യജീവിതത്തിൽ കഴിയും എന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൂടെ നേടാൻ കഴിഞ്ഞത്. ഞാൻ ഒരിക്കലും ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളല്ലായിരുന്നു. ഞാൻ ലയൺസത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഒരു വേദിയിൽ ചെന്ന് ഒരു വാക്ക് എങ്കിലും എനിക്ക് പറയാനുള്ളൊരു അവസരം കിട്ടിയതെന്നുള്ളതല്ല, എനിക്കൊരു കഴിവ് കിട്ടിയത്. ആദ്യത്തെ ലയൺസ് ക്ലബിലെ പ്രസിഡന്റ് ആയപ്പോൾ നമ്മുടെ ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. ഞാൻ അവിടെ പോയില്ല. ഞാനന്ന് ഫോൺ എടുക്കായിരുന്നു. കാര്യം അന്ന് കുറേ VIP ഉണ്ടായിരുന്നു അവിടെ സംസാരിക്കുക. എന്നെ സ്റ്റേജിലിരുത്തുമെന്നും എന്നെ സംസാരിക്കാൻ വിളിക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ നിന്ന് തന്നെ മാറിയിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പോയില്ല, അതിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. കാര്യം ഈ ഒരൊറ്റ വിഷയമായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റായി നിരന്തരം ഓരോ കാര്യങ്ങൾ ചെയ്താണ് എനിക്ക് ഇത്രയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും, ഇപ്പം വേദികളിലൊക്കെ ഒരു 2 മിനിറ്റെങ്കിലും ഒക്കെ സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവ് കിട്ടിയതും. അപ്പം ഞാൻ ഇതിനകത്ത് വലിയ ഹോംവർക്കൊന്നും ചെയ്തല്ല ഇന്നത്തെ ഈ സെഷനിലേക്ക് വന്നത്. എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചിന്തകളുടെ കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനകത്ത് തിരുത്താനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവർക്കും ആഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും എനിക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഓപ്പൺ ഇതിനു വേണ്ടി വിട്ടേക്കാണ്.
ഓക്കെ, താങ്ക് യു ഫസലുദ്ദീൻ. വളരെ നല്ല സബ്ജക്ട്, വളരെ അധികം വലിയൊരു സബ്ജക്റ്റാണ്, ചെറിയ സബ്ജക്റ്റ് അല്ല. അതിനകത്ത് എനിക്കിപ്പോ മനസ്സിലാകുന്നത്, നമ്മൾ പലപ്പോഴും ഞാൻ ഫസലുദ്ദീയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അജന്ത എല്ലോറായി നിൽക്കുകയാണ്, ഞാൻ മറ്റിടത്ത്, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയി, ഞാനിന്ന് ഇപ്പൊ കുറച്ച് കറങ്ങത്തിലാണ്. എനിക്ക് മനസ്സിലായത് താങ്കൾ കുറെ ഈ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ ഒരുപാട് തങ്ങൾ തന്നെ പറഞ്ഞു, എല്ലാ വേദഗ്രന്ഥങ്ങളും വായിക്കാൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് യു മൈ ഡിയർ ഫ്രണ്ട്. എനിക്ക് അഭിമാനമുണ്ട് താങ്കൾ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ. അത് ഒരു വലിയ കഴിവാണ്. ഒന്ന്. രണ്ടാമത് എനിക്ക് ഇത് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ മൈൻഡ് പവർ എന്ന് പറയുന്നത് ഒരു അപാര സാധ്യതയുള്ള സാധനം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലേസർ ലൈറ്റിന്റെ പോലെ തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് അതിൽ ഏറ്റവും വലുത്. അത് യാത്ര ചെയ്യുന്ന വഴികൾ കാണില്ല, പക്ഷെ അത് എവിടെയാണോ പതിക്കുന്നത് അവിടെ ഇരുമ്പിനെ പോലെ കീറി മുറിക്കാൻ കഴിവുള്ള ശക്തിയുള്ള ഒന്നാണ് എന്ന് പറയുന്നതിൽ പറയാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. കൊച്ചു കുട്ടികളുടെ അല്ലെങ്കിൽ ആളുടെയൊക്കെ ആൾക്കാർ കയ്യിൽ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നതാണ്. പറയും ഈ ചരട് കെട്ടിയിരുന്നാൽ നിങ്ങൾക്ക് പ്രേതബാധകൾ ഒന്നും ഉണ്ടാകത്തില്ല എന്ന വിശ്വാസത്തിലാണ് ചരട് കെട്ടുന്നത്. താബീജ് കെട്ടിയിരിക്കുന്ന കാണാൻ ചിലപ്പോൾ. ഇത് വെച്ചിരുന്നാൽ ഇനി നിങ്ങൾക്ക്, അത് അവരുടെ മനസ്സിന്റെ ഒരു ബലമാണ്. ആ മനസ്സിൽ ഒരാൾ പ്രേതബാധമുള്ള വഴി കൂടെ അല്ലെങ്കിൽ ജഡം ഡെഡ് ബോഡീസ് ഒക്കെ അടക്കിയിരിക്കുന്ന ഭാഗത്തുകൂടെ നടന്നു പോലെ അവനെ വിളിച്ച് കയ്യിൽ ഒരു ചരടും കെട്ടിയിട്ട് ഇനി നിങ്ങളെ ഒരു പ്രേതങ്ങളും തൊടത്തില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ഒരു കുരിശ് കഴുത്തി കെട്ടിയാൽ പറയും ഇനി പ്രേതബാധകളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് ഏത് പാതിരാത്രി എവിടെയും നടന്നു പോകാനുള്ള ധൈര്യം, അത് അവരുടെ മനസ്സിന്റെ പവറാണ്. അപ്പൊ മനസ്സിന്റെ പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെ മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള കഴിവ് ആർജിക്കുക ഒരു വലിയ കഴിവ് തന്നെയാണ്. അതിൽ കുറെ കാര്യങ്ങളെ കുറിച്ച് അത് ഫസൽജി താങ്കളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇത് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൽ കൂടുതൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയത്തില്ല. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ പവർ. മെഡിറ്റേഷൻ ചെയ്താൽ ഗ്രാജുവലി, അതും നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, വളരെ നല്ല ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ പേപ്പർ കയ്യിൽ വെച്ചിട്ട് മനസ്സിൽ ഓരോന്നും വരുമ്പോൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്യാന്ന്, അത് ഗ്രാജുവലി കാലങ്ങൾ കഴിയുമ്പോൾ അത് 1 2 മാർക്കുകളാക്കി നമുക്കത് കുറയ്ക്കാൻ പറ്റും. അതൊരു നല്ല അറിവാണ് താങ്കൾ ഇന്നിവിടെ നമുക്ക് പങ്കുവെച്ചത് എന്ന് പറയാം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാം രാത്രി ഉറങ്ങാൻ കിടന്നാൽ അരമണിക്കൂർ തിരിഞ്ഞും പിരിഞ്ഞും കിടന്നാലും ഈ മനസ്സ് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, അതിങ്ങനെ മേയാൻ പോകും. അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കൽ ശാശ്വതികാനന്ദയുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ടിരുന്ന ഒരാളുമായിട്ട് വളരെ അടുത്ത് സംസാരിക്കാൻ പറ്റി. അദ്ദേഹം പറഞ്ഞ ശാശ്വതാനന്ദ സ്വാമികളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലൊക്കെ കയറി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇനി നമുക്ക് ഉറങ്ങാന്ന് പറയും. പറഞ്ഞങ്ങോട്ട് കിടന്ന് 1 മിനിറ്റിന് മുമ്പ് ശാശ്വതാനന്ദ സ്വാമി ഉറങ്ങും. നമുക്ക് ഉറക്കം വരത്തില്ല ട്രെയിനിനകത്ത്, പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഒരുപാട് നല്ല നല്ല അറിവ് പകർന്നു തന്ന ഇന്നത്തെ ട്രെയിനിങ് ഒരു വ്യത്യസ്തമായ രീതിയിലാക്കി അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ ചരടിന്റെ കാര്യം പറഞ്ഞ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അടുത്താണ് വരാം. ചരടിന്റെ കാര്യം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ട്. എന്റെ കുട്ടിയിലാണ് എപ്പോഴും നല്ല ഓർമ്മയാണ്. അതായത് എൻ്റെ ഒരു ബന്ധുവിന് വൈകുന്നേരം ചില ദിവസങ്ങളാകും ഈ നമ്മളെ പണ്ട് പ്രേതബാധ എന്നൊക്കെ പറയുന്നത്, എന്താണ് ജിന്ന് കൂടുന്ന അങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ സഹോദരൻ ഈ ഒരു ചരടും കൊണ്ട് അടുത്ത പള്ളിയിൽ പോയി ജപിച്ച് കൊണ്ടുവന്ന് കയ്യിൽ കെട്ടി കൊടുക്കും. ഇത് സ്ഥിരമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ഈ പയ്യൻ പോയ വഴിക്ക് അന്ന് അവിടെ മൗലവി ഇല്ലായിരുന്നു, ആളില്ലായിരുന്നു. ഉസ്താദ് എവിടെ പോയി, എന്തായിരുന്നു വീട്ടിൽ പോയി എങ്ങനെ തീർന്നു. പുള്ളി ആ വരുന്ന വഴിയിൽ നിന്നിട്ട് ഈ ചരട് മുഴുവൻ കെട്ടിട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ കിടന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കുകയാണ്. ഈ കയ്യിലതും കെട്ടിയപ്പോൾ ഇത് കഴിഞ്ഞ് വിഷയം സോൾവായി. വിഷയം അങ്ങ് സോൾവായി. പിന്നീട് ഈ പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്താൽ മൗലവിയുടെ ജോലി പോയി അവിടെ. അപ്പൊ ഈ സംഭവം ഒരു കാര്യം മനസ്സിലാക്കല്ല, ഈ സംഭവം പള്ളിയിലെ മൗലവി ചെയ്താൽ മതി, പള്ളിയിലെ അച്ഛൻ ചെയ്താൽ ഒരു ജപം ചെയ്താൽ മതി, അമ്പലത്തിൽ പോയി ഒരു ജപിച്ച് കെട്ടിയാൽ മതി, ഇത് എവിടെ ചെന്ന് ഇത് കെട്ടിയാലും മതി, ഇനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാലും മതി. അപ്പൊ ഇത് നമ്മുടെ മൈൻഡിലെ പ്രശ്നമാണ്. ആ മൈൻഡിലെ പ്രശ്നം കൺട്രോൾ ചെയ്യുവാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ആ വിഷയം ഉണ്ടാവുന്നത്. അതിന് നമ്മുടെ നാട്ടിൽ ബാധ അത് ഇത് പല പേരുകൾ പറഞ്ഞ് അതിനെ കൊണ്ടുവരികയും, ഈ പറഞ്ഞ ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഡോക്ടറെയും ഇതൊക്കെ വെച്ചിട്ട് മന്ത്രവാദി എല്ലാം കൂടെ നിർത്തി ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം മൈൻഡിന് തൃപ്തി വരണമെങ്കിൽ മന്ത്രവാദി തന്നെ ചെയ്യണം. അതിന് കുറെ കൂടെ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇതിലൂടെയും പോകും, എങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടും പോകും. അപ്പൊ പറയണം അടുത്ത ആളിലോട്ട് വരണം.
ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓപ്പൺ ഫോറം ആണ്, എല്ലാവർക്കും സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കപിൽ സാർ സാർ പറയണേ സാർ. നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ കഴിഞ്ഞ ഈ വർഷത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു മൂന്നാറിൽ വെച്ചിട്ട്, RCST വർക്ക്ഷോപ്പ്. അതിനകത്ത് ബിനു അഞ്ചൽ ഉണ്ടായിരുന്നു, ഇതിനകത്തുള്ള ബിജു പ്രസാദ് ഉണ്ടായിരുന്നു, അജി ഉണ്ടായിരുന്നു. അതിന്റെ ഹൈലൈറ്റ് ഒരു സെക്കൻഡ് ഡേ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഒരു മെന്റലിസ്റ്റിന്റെ ഒരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ അത് എൻജോയ് ചെയ്തു. അദ്ദേഹം കാണിച്ച ഓരോ കാര്യങ്ങൾ, ഓരോ ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്തിട്ട് എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരിയായ ഒരു ലൈൻ ലേഡി ഉണ്ട്, പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അവരെ പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ ആ സ്റ്റേജിൽ ഇരുന്ന് കരയുകയായിരുന്നു. കാരണം അവരുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി ആ വ്യക്തിയുടെ പേര് വരെ അദ്ദേഹം പറഞ്ഞു, അവർ എഴുതി കാണിച്ചു. അപ്പം ഇത് നടക്കുന്ന വെച്ചാൽ ഒരു ട്രെയിനിങ് ആൻഡ് മൈൻഡ് ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. അവർക്ക് നമ്മുടെ മൈൻഡ് ഒരുവിധം റീഡ് ചെയ്യാനൊക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് അവർക്ക് പറയാനൊക്കുന്ന ഒരു മൈൻഡ് ട്രെയിനിങ്, മൈൻഡിന്റെ ഒരു ഫാക്കൽറ്റി, ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റി അവർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ബിനുവും ബിജു പ്രസാദൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു 3 മണിക്ക് പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ റെഗുലർ ഫാക്കൽറ്റീസ് പല ആൾക്കാരും അവിടെ ക്ലാസ് എടുത്തെങ്കിലും ഹൈലൈറ്റ് ഈ 3 മണിക്കൂർ പ്രോഗ്രാം ആയിരുന്നു. നമുക്കറിയാം, ആദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള മെന്റലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ മെന്റൽ പ്രോഗ്രാംസ് എല്ലാം വളരെയധികം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു മൈൻഡ് പവറാണ്. ഓവർ ആൻഡ് അബോവ് നമുക്കറിയാം, ഇപ്പം ഈ ഫിസിക്കൽ നമ്മുടെ ട്രെയിനിങ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലൈക്ക് കരാട്ടെ അല്ലെങ്കിൽ കുങ്ഫു അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഫിസിക്കൽ പവർ അവർ കൂട്ടുന്നത് അവരുടെ ട്രെയിനിങ് കൊണ്ടാണ്. അതേപോലെ നമ്മുടെ മൈൻഡിന്റെ പവർ എന്ന് വെച്ചാൽ വളരെ മിനിമം പവറാണ് നമ്മൾ യൂസ് ചെയ്തത്. ഡോക്ടർ അയ്യപ്പൻ ഡോക്ടറിന് അത് കറക്റ്റ് ആയിട്ട് പറയാൻ നോക്കും. നമ്മുടെ മൈൻഡിന്റെ പവർ ചെറിയൊരു അളവ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബൈ ട്രെയിനിങ് ഓർ ബൈ യോഗ ഓർ ബൈ, അതാണ് ക്രിയ യോഗ എന്നൊക്കെ പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ട് വരുന്നത് വെച്ചാൽ ആ ഒരു ട്രെയിനിങ് കൊണ്ട് മൈൻഡിന്റെ പവർ നമുക്ക് കൂട്ടാനും നമുക്ക് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാകുന്നത് എല്ലാം ട്രെയിനിങ്ങിൽ കൂടെയാണ്. നമ്മുടെ ഫസലുദ്ദീൻ പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞതിന് വളരെ വളരെ എഫക്റ്റീവാണ്. അദ്ദേഹം വളരെ ഇത്രത്തോളം ഒരു, ആസ് യു റൈറ്റ്ലി സെഡ്, വളരെ എത്രത്തോളം ഒരു അറിവുള്ള വ്യക്തിയാണെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും പല കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ബിസിനസ്സിൽ വളരെയധികം ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് എത്രത്തോളം വായിക്കുകയും എത്രത്തോളം ട്രാവൽ ചെയ്യുകയും എല്ലാ റിലീജിയനെ പറ്റിയും എല്ലാ അമ്പലങ്ങളെ പറ്റിയും എല്ലാ പള്ളികളെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിന് അറിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇത് വളരെ ഒരു ഇൻസൈറ്റ് തരുന്ന ഒരു ടോപ്പിക്കാണ് അദ്ദേഹം ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ലൈൻ കബീർദാസിനും ഫസലുദ്ദീനും അയ്യപ്പൻ സാറിനും ഇവിടെ സെരീന മാഡം ഉണ്ട്. വളരെയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് മാഡം. വളരെ സന്തോഷമായിട്ട് എല്ലാം തലയാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സജിത എല്ലാവരെയും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. അവരെ എല്ലാവരും ഈ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള സന്തോഷവും ഡിസ്ട്രിക്ട് നമ്മുടെ ലയൺസ് ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് എന്റെ സന്തോഷവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഹാറ്റ്സ് ഓഫ് ടു ഫസലുദ്ദീൻ ആൻഡ് കബീർദാസ് ഫോർ കണ്ടക്ടിങ് സച്ച് എ വണ്ടർഫുൾ program on the net. Thank you so much. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ പറയാനുണ്ടെങ്കിൽ പറയാം. 1-2 പേർ കൂടി അവസരം തരാം. കാര്യം നമ്മുടെ സമയം കഴിഞ്ഞു, 9:20 ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഫസലുദ്ദീൻ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മുടെ മൈൻഡിന് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് മൈൻഡ് നമുക്കും തരും അല്ലെ. എന്റെ ഒരു അകന്ന ബന്ധു ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ ഉമ്മാക്ക് തലവേദന വരും. അപ്പൊ ഒരാളെ വിളിച്ചിട്ട് കോഴിമുട്ടമ്മ ഇങ്ങനെ വരച്ചിട്ട് അത് പുഴയെ കൊണ്ടുപോയി ഒഴുക്കാൻ പറയും. അപ്പൊ ഇവനും ഫ്രണ്ടും കൂടി എന്താ ചെയ്യാ, ഒഴുക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ കോഴിമുട്ട വാങ്ങിയിട്ട് പോയിട്ട് ആംപ്ലേറ്റ് അടിച്ച് കഴിക്കും. ഉമ്മാട് വന്നിട്ട് പറയും അത് ഒഴുക്കിയത്. അപ്പൊ തലവേദന മാറും ഉമ്മയുടെ. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ് അല്ലേ.
അതെ താങ്ക് യു സാർ, സൂപ്പർ സെഷൻ. ഓക്കെ. ഇത് പൗലോ കേട്ടിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി മെഡിറ്റേഷനും യോഗയും ഒക്കെ പണ്ട് കാലം അതിപുരാതന കാലം തൊട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളതാണ്. ഇതേക്കുറിച്ച് പഠിക്കാനാണ് ഫസലുദ്ദീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട എല്ലാ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും അങ്ങനെ യമുനയുടെ മണ്ടയ്ക്ക് നിന്നപ്പോൾ പോയ സ്ഥലം എവിടെ നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയുക, ത്രിവേണിയിലായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഗംഗോത്രിയിലായിരിക്കാം, അല്ലെങ്കിൽ സരസ്വതി നദി അപ്രത്യക്ഷമായ സ്ഥലത്തായിരിക്കാം. ഏതായിരുന്നാലും നന്നായിട്ട് ഹീസ് ട്രൈങ് ടു കൺട്രോൾ ഹിസ് മൈൻഡ് ആൻഡ് എക്സ്പ്ലോർ ഹിസ് മൈൻഡ്. അതാണ്. ഏതായിരുന്നാലും ഇന്നത്തെ എന്നെ ഏൽപ്പിച്ച ചടങ്ങിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനും നമ്മുടെ പ്രിയങ്കരനായ ഫസലുദ്ദീനെ തന്നെ അതിന് കൊണ്ടുവരികയും ചെയ്ത നമ്മുടെ GLT കോർഡിനേറ്ററും ഇന്നത്തെ അധ്യക്ഷനുമായ കബീർ ദാസ് ജിക്ക് നല്ല നല്ല മനസ്സോടുകൂടി നന്നായിട്ടൊരു നന്ദി പറഞ്ഞോളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ആർ കെ ഇത്രയേറെ ഇങ്ങനെ അങ്ങോട്ട് കയറി അങ്ങ് സംസാരിക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. തന്നെയല്ല അവസാനം ഒരു സമ്മിങ് ക്യാമ്പ് കൂടെ നടത്തി. വളരെ വളരെ എല്ലാവരും ഒരു ഇച്ചിരി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വിവേകാനന്ദനെ പശുവിന്റെ മുമ്പിൽ കുത്താൻ പോയ പശുവിന്റെ മുമ്പിൽ നിന്നതും എല്ലാം ഒക്കെ നന്നായിട്ട് പറഞ്ഞു, നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകനും ഇതിൽ ഒരു നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരിൽ 3188 പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രമേയ അവതാരകൻ ഫസലുദ്ദീനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ. എന്നിരുന്നാൽ തന്നെയും ആ സബ്ജക്റ്റിനെ എത്ര സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിലാണ് ഫസലുദ്ദീൻ്റെ നേട്ടം. ഫസലുദ്ദീൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്, പഠിക്കുന്ന ആളാണ്. കുറേയൊക്കെ അങ്ങനെയാണല്ലോ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസലുദ്ദീൻ ഒരു വ്യവസായിയാണ്. അതോടൊപ്പം തന്നെ ലയണിസത്തിൽ കൂടെ വന്ന് ലയണിസത്തിൽ ഫസലുദ്ദീൻ വന്നപ്പോൾ തൊട്ട് എനിക്കറിയാം. ഫസലുദ്ദീൻ വരുമ്പോഴും ഞാനുണ്ട് ലയണിസത്തിൽ. അപ്പോൾ ഫസലുദ്ദീൻ്റെ ഈ നല്ല ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ടു ലേൺ മോർ, അത് തന്നെ മനസ്സിനെ ഒരു ട്രെയിൻ ചെയ്യലാണ്. കൂടുതൽ എല്ലാ റിലീജിയൻസിനെ കുറിച്ചും പഠിക്കുന്ന ഒരവസ്ഥ, എന്നിട്ട് അതിൽ ഉള്ള പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥ, എന്നിട്ട് അവസാനം ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ. നമ്മളെല്ലാം അവസാനം ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ. അമ്പലമില്ലാത്ത, വിഗ്രഹമില്ലാത്ത ആ പ്രകൃതിയുടെ ആ സത്തയിലേക്ക്, സ്വത്വത്തിലേക്കാണ് നമ്മളെല്ലാവരും ചെന്നെത്തുന്നത്. ഈ അടുത്ത കാലത്ത് ചൈനയിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പർവ്വതങ്ങളിൽ കൂടെ കയറിപ്പോയി, പർവ്വതങ്ങളെല്ലാം കയറിയിട്ട് നമ്മുടെ ആ ഫ്ലോട്ടിംഗ് മൗണ്ടൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഗേറ്റ് വേ ടു ഹെവൻ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഗേറ്റ് വേ പോലെ ഇങ്ങനെ തോന്നിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പിന്നൊന്നുമില്ല. പിന്നെ നോക്കുമ്പോൾ ശൂന്യമായ ആകാശം. അതാണ് പ്രകൃതി. ഇത് തന്നെയാണ് ശബരിമല ചെല്ലുമ്പോഴും ഇവിടെ കാടെല്ലാം കയറി അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നീ അന്വേഷിച്ചു വന്ന ആൾ നീ തന്നെയാണ്. അതാണ് നമ്മുടെ മനസ്സിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. ഏതായിരുന്നാലും ഫസലുദ്ദീനെ വളരെയധികം വളരെ 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 ഈ ടീമിന്റെ 50ാമത്തെ റോറിംഗ് മൺഡേസ് നന്നായിട്ട് അവതരിപ്പിച്ച ഫസലുദ്ദീന് അങ്ങേ അറ്റത്തെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഫസലുദ്ദീനെ അവതരിപ്പിച്ച നമ്മുടെ ഷജിത ഫസലുദ്ദീന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ഷജിതയും വളരെ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ലയൺ ലീഡറാണ്. എനിക്ക് വളരെ നാളുകൊണ്ട് അറിയാം. ഷജിതയ്ക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കൂടാതെ ഈ മീറ്റിങ്ങുകളിൽ എല്ലാ പ്രാവശ്യവും വരുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഒരു 35 പേരുണ്ടായിരുന്നു, 37 പേരുണ്ടായിരുന്നു പറഞ്ഞിരുന്നാലും ഇപ്പോൾ ഒരു 30-25 ഒക്കെ ആയി കാണും. ഇവരൊക്കെ എല്ലാ തവണയും വരുന്നവരാണ്. വരുന്നത് എന്തിനാ? ചുമ്മാതെ കാണിക്കാനല്ല. അവരെന്തെങ്കിലും ഒരു ചെറിയൊരു അംശം കിട്ടുന്നുണ്ട് അവർക്കെല്ലാം. ആ ഒരു നല്ല ഒരു യാത്രയിൽ സഹയാത്രികരായിരുന്ന എല്ലാ സെലീന മാഡത്തിനും എല്ലാവർക്കും, സെലീന മാഡം ഇല്ലാത്ത ഒരു മീറ്റിംഗും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2-3 എണ്ണത്തിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴെല്ലാം ഇവരുണ്ട്. ഇതുപോലെ എല്ലാവർക്കും അങ്ങേയറ്റത്തെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമുക്ക് എല്ലാവർക്കും ഇത്ര വിശാലമായി വിശദമായി ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ച ഡോക്ടർ അയ്യപ്പൻ സാറിനും റോറിംഗ് മണ്ടേയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദി മീറ്റിംഗ് ഇസ് ഇൻ കണക്ഷൻ വിത്ത് റോറിംഗ് മണ്ടേ ഓൺലൈൻ ട്രെയിനിങ് സീരീസ് എപ്പിസോഡ് 50 ഹിയർ ബൈ അഡ്ജോയിൻ. Good night all. Good night. Thank you so much. Good night. Good night, sir. Good night. Good night.